കോടതിയിൽ ഇപ്പോൾ നടക്കുന്നത് ഗ്രീഷ്മ എഴുതി നൽകിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കോടതി പരിശോധിച്ചു. അതിനുശേഷം ഇപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷന്റെ വാദം നടക്കുകയാണ്. പ്രോസിക്യൂഷൻ പറയുന്നത് ഒരു ചെകുത്താന്റെ ചിന്തയുള്ള പ്രതിയാണ്, അതിനാൽ തന്നെ പരമാവധി ശിക്ഷ നൽകണമെന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു തവണ പരാജയപ്പെട്ട ശ്രമമാണ്, പക്ഷേ രണ്ടാമത്തെ വട്ടം അത് നടത്തി വിജയിപ്പിച്ച പ്രതിയാണ്. ഈ പ്രതി കൊലപ്പെടുത്തിയത് ഒരു ചെറുപ്പക്കാരനെ മാത്രമല്ല, സ്നേഹത്തെ കൂടിയാണ് എന്നൊരു വാദം കൂടി കോടതിയിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുകയാണ്. തനിക്ക് പ്രായം 24 മാത്രമാണ്, ചെറിയ പ്രായമാണ്. മാത്രമല്ല താൻ ബിരുദാനന്തര ബിരുദം പാസ്സായിട്ടുണ്ട്. പഠിക്കുന്ന സർട്ടിഫിക്കറ്റുകളടക്കം ഗ്രീഷ്മ കോടതിയിൽ ഹാജരാക്കിയാണ് ഈ കാര്യം പറയുന്നത്. തനിക്ക് തുടർന്ന് പഠിക്കണം, അതിനാൽ തന്നെ ശിക്ഷയിൽ ഇളവ് വേണം, ഈ കടുത്ത ശിക്ഷ ഉണ്ടാകരുത് എന്നൊരു കാര്യം ഗ്രീഷ്മ കോടതിയെ അറിയിക്കുന്നു. കോടതിക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷന് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ രാവിലെ വന്ന സമയത്ത് കോടതിയുടെ ഏറ്റവും പിൻഭാഗത്തെ ബെഞ്ചിൽ പോലീസുകാർക്കൊപ്പം ഇരിക്കുകയായിരുന്നു ഗ്രീഷ്മ. അതിനുശേഷം ഇപ്പോൾ കോടതിയുടെ അടുത്തേക്ക് ജഡ്ജിയുടെ അടുത്തേക്ക് എത്തി പറയാനുള്ള കാര്യങ്ങളെല്ലാം ഗ്രീഷ്മ വിശദീകരിക്കുന്നു. ഈ എഴുതി നൽകിയ കാര്യങ്ങൾ ഒരു പേപ്പറിലാണ്, അതിൽ കുറേ അധികം കാര്യങ്ങളുണ്ട്. അത് കോടതി പരിശോധിച്ചു. അതിലെന്താണുള്ളത് എന്ന കാര്യത്തിൽ മുഴുവൻ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ പറയാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ കരുതിയിരുന്നത് തന്നെയാണ് സംഭവിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പ്രായം പരിഗണിക്കണം എന്നൊരു കാര്യം പറയുന്നു, അതോടൊപ്പം തന്നെ തുടർന്ന് പഠിക്കണം എന്നൊരു കാര്യം പറയുന്നു. പക്ഷേ അത് അംഗീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. ഈ പ്രതി ഈ കുറ്റകൃത്യം നടത്തിയത് ഏത് തരത്തിലാണ് എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. അതായത് ഒരു തവണ പരാജയപ്പെട്ടിട്ട് പോലും പിന്നീടും അതിനുവേണ്ടി ഈ ഫോണിലടക്കം സെർച്ച് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അടക്കം ഉള്ളത് ഒരാളെ എങ്ങനെ കൊലപ്പെടുത്താമെന്ന് കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടാക്കി. അത് 4 മാസത്തെ ആസൂത്രണമാണ്. അങ്ങനെയാണ് പ്രതി ഒരാളെ കൊലപ്പെടുത്തിയത്. അപ്പോൾ പ്രതിക്ക് പരമാവധി ശിക്ഷ വേണമെന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. രാഹുൽ കൂടിയുണ്ട്. രാഹുൽ, കോടതിയിൽ ഇപ്പോൾ നടക്കുന്ന വാദം എന്ന് പറയുന്നത് ഈ പരമാവധി ശിക്ഷ എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദത്തെ അത് ഒഴിവാക്കി തരണം എന്നുള്ളത് മാത്രമാണ് ഈ ഗ്രീഷ്മയുടെ വാദം. അത് അംഗീകരിക്കപ്പെടും. നമ്മൾ കരുതിയിരുന്നതിന് അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇല്ല, ഒരിക്കലുമില്ല. കാരണം ഇത് അംഗീകരിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നില്ല. കാരണം ഈ ക്രൈം നടന്ന ഘട്ടം തൊട്ടുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കൃത്യമായി വിശദീകരിക്കുകയാണ്. അതായത് ഈ ക്രൈം നടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ പല രീതിയിൽ ഒരു വലിയ പരമ്പര തന്നെ ഉണ്ടായിരുന്നു, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പരമ്പര ഉണ്ടായിരുന്നു. പിന്നീട് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് ആ ജ്യൂസ് ചലഞ്ചിൽ നിന്ന് ഏറ്റവും ഒടുവിൽ കൊലപ്പെടുത്താൻ നടത്തിയ ശ്രമം വരെയുള്ള ദിവസങ്ങളിലുണ്ടായ കാര്യങ്ങളാണ്. കാരണം ഒരു ഘട്ടത്തിലും പ്രതി ഇതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നില്ല, ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ കൃത്യമായി ആ വാക്ക് ഉപയോഗിച്ചത്. കൊന്നത് ഒരു ചെറുപ്പക്കാരനായ ഒരു പയ്യനെ മാത്രമല്ല, മറിച്ച് സ്നേഹത്തെ കൂടിയാണ്. കാരണം സ്നേഹിച്ച പയ്യനെ ആ സ്നേഹത്തിന്റെ പേരിലാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ കൃത്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഇത്രയും ബിരുദാനന്തര ബിരുദം പോലും ഉള്ള, അത്രയും പഠനമുള്ള അല്ലെങ്കിൽ അത്രയും പഠിച്ചൊരു വ്യക്തിക്ക് എന്തുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് പോകുമ്പോൾ പിന്തിരിയാനുള്ള ചിന്ത ഉണ്ടാകുന്നില്ല? അതുകൊണ്ട് തന്നെ ഇത് അപൂർവമായ കേസായി പരിഗണിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. പോലീസിനും ഈ പറയുന്ന ഈ ഘട്ടങ്ങളിൽ, അന്വേഷണ ഘട്ടങ്ങളിലെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടതിന്റെ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാൻ ശ്രമിച്ചതിന്റെ എല്ലാ കഥകളും പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ഇപ്പോൾ അവർ പറയുന്നത് പോലെ ഈ തീരുമാനമെടുത്തതും ആ ഉദ്ദേശശുദ്ധിയും, ഇത് ചെയ്യാനുള്ള ഉദ്ദേശം, ആ തീരുമാനം, അതിനുശേഷം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ശ്രമങ്ങൾ നടത്തിയതും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് യാതൊരു കുറ്റബോധവും ഈ പ്രതിക്ക് ഈ ഒരു ഘട്ടത്തിൽ, ആദ്യ വാദം നടക്കുന്ന അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്ന ഘട്ടത്തിൽ പോലും ഇല്ലായിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് മറ്റു മാറ്റങ്ങൾ ഈ ശിക്ഷാവിധിയിൽ അല്ലെങ്കിൽ കുറ്റക്കാരിയെ കണ്ടെത്തിയതിൽ നിന്ന് മാറ്റമുണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും കുറ്റക്കാരിയായി കണ്ടെത്തിയതാണ്. ഇവിടെ അമൽ പരമാവധി ശിക്ഷ ചോദിക്കുമോ എന്ന കാര്യത്തിൽ ഇന്നലെ പ്രോസിക്യൂട്ടർ പറഞ്ഞത് അത് ആലോചിച്ച് തീരുമാനിക്കും എന്നുള്ളതാണ്. എന്ത് ശിക്ഷയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്? പരമാവധി ശിക്ഷ തന്നെയാണ് പ്രോസിക്യൂഷനും കുടുംബവും എല്ലാം ആവശ്യപ്പെടുന്നത്. കോടതിയിൽ നിന്നും ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് കൃത്യമായ ആസൂത്രണത്തോടെ ഈ പ്രതി ഈ കൃത്യം നിർവഹിച്ചു എന്നുള്ള കാര്യം കോടതിയിൽ പ്രോസിക്യൂഷൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയിൽ ഷാരോൺ കിടന്ന ഒരു 11 ദിവസമുണ്ട്. ആ ദിവസം എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദന നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. ഭക്ഷണവും വെള്ളവും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആന്തരിക അവയവങ്ങൾക്കടക്കം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഷാരോണിന്റെ മരണം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ നടന്ന ഒരു മരണം സംബന്ധിച്ച കേസിൽ പരമാവധി ശിക്ഷ പ്രതികൾക്കുണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. ഇന്നലെ കുടുംബത്തോട് സംസാരിക്കുമ്പോഴും കുടുംബവും ആവശ്യപ്പെടുന്നത് പരമാവധി ശിക്ഷ, തൂക്കുകയർ തന്നെയാണ് വാദിക്കുന്നത്. പക്ഷേ അതുണ്ടാകുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രതി കോടതിയിൽ വാദിച്ച പ്രതിയുടെ ആവശ്യങ്ങൾ അത്ര നിസ്സാരമായി കാണാനാവില്ല. നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ നമ്മൾ പല കേസുകളും കണ്ട് ഇങ്ങനെ പോരുന്നതാണ്. അപ്പോൾ ആ കേസുകളിൽ പ്രായം ഒരു പ്രധാനപ്പെട്ട ഘടകമായി എടുക്കാറുണ്ട്, വിദ്യാർത്ഥി എന്നുള്ളതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി എടുക്കാറുണ്ട്. പക്ഷേ ഈ കേസ് അങ്ങനെയല്ല. അപൂർവമായി
കാണണം, പരമാവധി ശിക്ഷ തന്നെ, തൂക്കുകയർ തന്നെ വേണമെന്നുള്ള വാദമാണ് കോടതിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ വിധി എപ്പോൾ ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. ഈ ഷാരോൺ രാജിന്റെ കുടുംബാംഗങ്ങൾ കോടതിയിലുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രീഷ്മയുടെ അച്ഛനും അമ്മയും. അമ്മ ഇന്നലെ ഇവിടെ നിന്നും വിധി കേൾക്കാനായി വന്നിരുന്നു. പക്ഷേ കുറ്റവിമുക്തയാക്കപ്പെട്ടതോടെ അമ്മയ്ക്ക് വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞു. ഇന്നിപ്പോൾ അവർ വീട്ടിൽ നിന്ന് അമ്മയും അതോടൊപ്പം തന്നെ ഈ ഗ്രീഷ്മയുടെ അച്ഛനും കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെ മറ്റു ബന്ധുക്കളും ഉണ്ട്. ആർ അനന്തകൃഷ്ണനും രാഹുലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രോസിക്യൂഷൻ കാര്യങ്ങൾ കോടതിക്ക് മുന്നിൽ വ്യക്തമാക്കിയാണ്. 10-11 ദിവസം ആശുപത്രിയിൽ കിടന്നപ്പോൾ വലിയ വേദനയിലൂടെയാണ് ഷാരോൺ കടന്നുപോയത്. ഡോക്ടറുടെ മൊഴിയിലടക്കം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ്. അതും തുടരെ ശ്രമങ്ങളുണ്ടായി. ഇതൊക്കെ വളരെ ക്രൂരമായ ചിന്തയുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഗ്രീഷ്മ പരമാവധി കൺസിഡറേഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്നു. 24 വയസ്സേ ഉള്ളൂ, വിദ്യാർത്ഥിനിയാണ്. അങ്ങനെയുള്ള ഭാവി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പരമാവധി കൺസിഡറേഷൻ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് കോടതി തീരുമാനിക്കുക എന്നുള്ളത് നമ്മൾ അറിയാനിരിക്കുന്നു.